ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു നെയിൽ ആർട്ടാണ്. സത്യത്തിൽ ഒരു തട്ടിക്കൂട്ട് നെയിൽ ആർട്ടാണ് കേട്ടോ. പക്ഷേ അഫോർഡബിൾ ആണ്. നമ്മുടെ കയ്യിലുള്ള ഐറ്റംസ് വെച്ച് മാത്രമാണ് നമ്മളത് ഉണ്ടാക്കുന്നത്. ഇതിന് വേണ്ടത് 2 നിറത്തിലുള്ള നെയിൽ പോളിഷാണ്. പിന്നെ ഒരു സേഫ്റ്റി പിന്ന് മതി, അല്ലെങ്കിൽ ഷാർപ്പായിട്ടുള്ള മറ്റെന്തെങ്കിലും. ഈ 3 ഐറ്റംസ് മാത്രം മതി നമുക്ക് നെയിൽ ആർട്ട് ചെയ്യാൻ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇന്നിവിടെ നെയിൽ ആർട്ട് ചെയ്യുന്നത് എൻ്റെ ചേച്ചിയുടെ മോളുടെ കയ്യിലാണ് കേട്ടോ. ആൾക്ക് ഇതൊക്കെ വളരെ ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ എടുക്കുന്ന കളറ് ഒന്ന് റെഡും ഒന്ന് ഗോൾഡൻ കളറുമാണ്. ഈസായിട്ട് റെഡ് കളറാണ് കേട്ടോ അപ്ലൈ ചെയ്യുന്നത്. ആൾക്ക് റെഡ് പ്രത്യേകം ഇഷ്ടമുള്ളൊരു കളറാണ്. അപ്പോൾ അവൾ റെഡ് തന്നെയാണ് തിരഞ്ഞെടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഏത് കളറാണോ ഉള്ളത് അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. എല്ലാ കയ്യിലും ഫസ്റ്റ് കോട്ട് അടിച്ച് അത് ഉണങ്ങിയതിന് ശേഷമാണ് അടുത്ത കോട്ട് അപ്ലൈ ചെയ്യേണ്ടത്. മാക്സിമം നമ്മൾ നെയിലിൽ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ വിരലുകൾക്ക് പുറത്താവാതെ മാക്സിമം ശ്രമിക്കുക. ആയിക്കഴിഞ്ഞാലും കുഴപ്പമില്ല. നെയിൽ പോളിഷ് റിമൂവർ ഉണ്ടെങ്കിൽ നമുക്കത് സെറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇല്ലാത്തവർക്ക് അത്രയും ശ്രദ്ധിച്ച് തന്നെ ചെയ്യണം കേട്ടോ. 1-2 ദിവസത്തിനാകുമ്പോൾ തന്നെ അത് തനികളായി പോകുന്നതാണ് ചുറ്റിനുള്ളത്. എങ്കിലും കുറച്ചും കൂടെ വൃത്തിക്ക് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ചൂസ് ചെയ്യുന്ന കളർ രണ്ടും മാച്ച് ആവുന്നതാണോ അല്ലേന്ന് ശ്രദ്ധിച്ചോളണം. മാച്ച് അല്ലെങ്കിൽ ചെയ്ത വർക്കിന് ഒരു എടുപ്പ് കാണത്തില്ല. ഇതിപ്പോൾ റെഡും ഒരു ഗോൾഡും ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് മാച്ചാണ്. അപ്പോൾ ചൂസ് ചെയ്യുന്ന കളറിനനുസരിച്ചിരിക്കും ചെയ്യുന്ന ആർട്ടിന്. ഇപ്പം നമ്മൾ ആർട്ട് നല്ല വൃത്തിക്ക് ചെയ്താലും കളർ കോമ്പിനേഷൻ കറക്റ്റ് അല്ലെന്നുണ്ടെങ്കിൽ അതിനൊരു എടുപ്പ് കാണത്തില്ല. ഫസ്റ്റ് കോട്ട് ഉണങ്ങിയതിന് ശേഷം മാത്രമേ സെക്കൻഡ് കോട്ട് അപ്ലൈ ചെയ്യാവൂ. ഇല്ലെന്നുണ്ടെങ്കിൽ ഉണങ്ങാൻ ഒരുപാട് സമയമെടുക്കും. ഇത് ഞാൻ ക്ലേയിൽ ഉണ്ടാക്കിയ ഒരു പൂച്ചക്കുട്ടിയാണ് കേട്ടോ. എങ്ങനെയുണ്ട്? ക്ലാവോ നെയിൽ പോളിഷ് ഉണങ്ങാൻ സമയം കാത്തു നിൽക്കാനുള്ള ക്ഷമയില്ലാത്തതുകൊണ്ട് നമ്മൾ ഡ്രയർ വെച്ചിട്ട് ഉണക്കിയെടുക്കുകയാണ് കേട്ടോ. അതായത് ചൂട് കാറ്റല്ല, നോർമൽ കാറ്റ് വരുന്ന ഡ്രയറാണ് കേട്ടോ. അപ്പോൾ അതിനുശേഷം നന്നായി ഉണങ്ങി കിട്ടിയതിന് ശേഷം സെക്കൻഡ് കോട്ട് നമ്മൾ അപ്ലൈ ചെയ്തു. പല സ്ഥലങ്ങളും നമ്മൾ അടിച്ചപ്പോൾ വിരലിന് പുറത്തായിട്ടുണ്ട്. അത് ബ്രഷിൻ്റെ പ്രശ്നമാണ് കേട്ടോ. കാരണം ബ്രഷ് കുറച്ച് വീതി കൂടിയതായിരുന്നു. പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് സെക്കൻഡ് കോട്ട് അപ്ലൈ ചെയ്യാനാണ്. അപ്പോൾ നമ്മൾ അടിച്ചപ്പോൾ ഈ ബ്രഷിൻ്റെ ഈ പ്രശ്നമുള്ളതുകൊണ്ട് നെയിലിന് പുറത്ത് ഒരുപാട് ആയിട്ടുണ്ട്. നമ്മളത് ടൈപ്പ് ചെയ്ത് സെറ്റ് ചെയ്യും. അടുത്തത് ഈ ഒരു ഗോൾഡൻ കളറാണ്. അപ്പോൾ ഇത് കുറച്ച് സംഭവം ഇത് എൻ്റെ കയ്യിൽ ഇരുന്നിട്ട് കുറച്ച് കട്ടിയായിപ്പോയി. അപ്പം ജസ്റ്റ് ഒന്ന് ഷെയ്ക്ക് ചെയ്യാണ്. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ കയ്യിലുള്ള ഷാർപ്പ് ഐറ്റംസ് വെച്ചിട്ട്, ഷാർപ്പ് മീൻസ് പോയിൻറ്റഡ് ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന ടൈപ്പിലുള്ള വസ്തുക്കൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് യൂസ് ചെയ്യാവുന്നതാണ്. ഇതൊരു ആരി വർക്കിൻ്റെ ഒരു നീഡിലാണ്. അതിൻ്റെ ടിപ്പ് ഒടിഞ്ഞു പോയി. പിന്നെ ഇത് തയ്ക്കുന്നവർക്കൊക്കെ അറിയാമായിരിക്കും, ടൈലേഴ്സിനൊക്കെ. കാരണം ഇതിൻ്റെ ടിപ്പ് ഇത് നമ്മൾ ഈ തയ്യൽ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പം ഞാനിത് ഇപ്പോൾ നോർമൽ സേഫ്റ്റി പിന്നാണ് യൂസ് ചെയ്യുന്നത്. വർക്ക് ചെയ്ത് തുടങ്ങാൻ നേരത്ത് ആളുടെ കയ്യിൽ നെയിൽ പോളിഷ് കുറച്ചൊന്ന് റിമൂവ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ അത് വൈപ്പ് ചെയ്ത് ക്ലീൻ ചെയ്തതിന് ശേഷം അടുത്ത കോട്ട് അപ്ലൈ ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷെ അപ്പോഴാണ് ഓർത്തത്, എങ്കിൽ പിന്നെ അവിടെ എന്താ സെപ്പറേറ്റ് ഗോൾഡൻ കളർ കൊടുത്തോടെ എന്ന് അന്നേരം ചിന്തിച്ച് അങ്ങനെ ഗോൾഡൻ കളർ അപ്ലൈ ആണ് ചെയ്തത്. ഒരു ഡ്രോപ്പ് പോയെങ്കിൽ ഡ്രോപ്പായിട്ടല്ല, ജസ്റ്റ് സൈഡ് ആയിട്ടാണ് കേട്ടോ എടുക്കേണ്ടത്. ജസ്റ്റ് എന്നിട്ട് ഇങ്ങനെ താഴോട്ടൊരു വര പോലെ ജസ്റ്റ് 3 ഇതളുകൾ മാത്രം സെറ്റ് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിക്കുന്നത്. മാക്സിമം ശ്രദ്ധയോടുകൂടി ചെയ്യണം കേട്ടോ. ഇത് നമ്മൾ ചെയ്ത് വന്നപ്പോഴത്തേക്കും നമ്മൾ ഡ്രസ്സിൽ ചെറിയ നൂലുണ്ടല്ലോ, അത് പറ്റി പിടിച്ചു. അങ്ങനെ ലാസ്റ്റ് മൊത്തം കുളമായി. മാക്സിമം ശ്രദ്ധയോടുകൂടി ചെയ്യുക. പിന്നെ അതൊന്നിന്ന് വൈപ്പ് ചെയ്തിട്ടാണ് പിന്നെ ചെയ്തത്. ഇതിൽ ഒരു ഗോൾഡൻ ബേസ് കൊടുത്തു. മൊത്തത്തിൽ ടോട്ടൽ ഒരു ഗോൾഡൻ കളർ കൊടുത്തു. നിങ്ങൾ എത്ര പേർക്കറിയാം ഈ നെയിൽ പോളിഷ് നമ്മുടെ കയ്യിൽ അഥവാ നെയിൽ പോളിഷ് റിമൂവർ ഇല്ലെന്നുണ്ടെങ്കിൽ നെയിൽ പോളിഷ് റിമൂവ് ചെയ്യാൻ നെയിൽ പോളിഷ് തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്നത്? ഞാൻ കുഞ്ഞിലേക്ക് അങ്ങനെയാണ് കേട്ടോ നെയിൽ പോളിഷ് റിമൂവ് ചെയ്തിരുന്നത്. അതായത് പഴകിയ നെയിൽ പോളിഷ് നമ്മുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യണമെങ്കിൽ പുതിയ കോട്ട് അടിച്ചു കൊടുത്ത് വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ നെയിൽ പോളിഷ് നന്നായിട്ട് റിമൂവ് ആയി കിട്ടും കേട്ടോ. സൈഡിൽ പറ്റിയ നെയിൽ പോളിഷ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു കോട്ടൺ ബഡ്സ് വെച്ചിട്ട് നമുക്ക് നെയിൽ പോളിഷ് റിമൂവറിൽ ഡിപ്പ് ചെയ്തതിന് ശേഷം വൈപ്പ് ചെയ്തെടുക്കാവുന്നതാണ്.
ഇനി തള്ളവരിൽ നമ്മളൊരു ചെറിയ ലവിൻ്റെ ഷേപ്പാണ് കൊടുക്കാൻ വിചാരിക്കുന്നത്. 3 ലവ് ഇങ്ങനെ അടുപ്പിച്ച് ചരിച്ച് അങ്ങനെയാണ് സെറ്റ് ചെയ്തത്. ശേഷം ചെറിയൊരു സീക്വൻസ് കയ്യിൽ വെക്കുന്നുണ്ട്. അതിന് ജസ്റ്റ് നെയിൽ പോളിഷ് അപ്ലൈ ചെയ്ത ഉടനെ ഒന്ന് ജസ്റ്റ് വെച്ചാൽ മതി. അപ്പോൾ അതിൻ്റെ കൂടെ സെറ്റ് ആയിരുന്നുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ വല്ല ഗമ്മോ എന്തെങ്കിലും, ഇതിന് നെയിൽ ആർട്ടിൽ യൂസ് ചെയ്യുന്ന ഗമ്മുണ്ട്, ഞാൻ ജസ്റ്റ് അതിൻ്റെ കൂടെ തന്നെ സെറ്റ് ചെയ്ത് വെച്ചു. നിങ്ങൾക്ക് ആക്ച്വലി കണ്ടാൽ മനസ്സിലാവുമായിരിക്കും. നമ്മൾ അത്ര ശ്രദ്ധയോടുകൂടി വെച്ചില്ലെന്നുണ്ടെങ്കിൽ അത് കുളമായി പോകും. കാരണം നമുക്ക് തന്നെ 2-3 തവണ അബദ്ധം പറ്റിയിട്ടുണ്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ. ആ 3 ചെറിയ ലവിലും ഓരോ സീക്വൻസ് വീതം വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. സീക്വൻസ് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ 3 ലെവലായിട്ട്. നമുക്കറിയാം വീഡിയോ നല്ല ക്ലാരിറ്റിയോടുകൂടി കാണാൻ പറ്റുന്നില്ല എന്ന്. ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് വെച്ചിട്ട് ഷൂട്ട് ചെയ്ത് ഇടുന്നതാണ്. അപ്പം അതിന് കുറച്ച് പരിമിതികൾ കാണും. എല്ലാം സെറ്റായി നമ്മുടെ എന്താണ് ചാനൽ കുറച്ചും കൂടി റീച്ച് ആകുമ്പോഴത്തേക്കും നമ്മളെല്ലാം സെറ്റ് ചെയ്ത് നല്ല ഡീറ്റെയിൽ ആയിട്ട് കുറച്ചും കൂടെ നല്ല രീതിക്ക് ഓരോ തവണയും വീഡിയോ നന്നായി ചെയ്ത് തരാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ലാസ്റ്റ് ഈ ചെറുവിരലുള്ളത് അതൊരു അഭംഗിയായിട്ട് തോന്നി. പിന്നെ അത് വീണ്ടും ഒന്നും കൂടെ റിമൂവ് ചെയ്തതിന് ശേഷം വീണ്ടും സെറ്റ് ചെയ്യുകയാണ് കേട്ടോ. നമ്മൾ ഈ ഗോൾഡൻ ഷെയ്ഡ് കൊടുത്തേക്കുന്ന വിരലുള്ളത് നമ്മളൊരു റിബൺ സെറ്റ് ചെയ്തിട്ട് അതിൽ സെൻറ്ററിലൊരു സീക്വൻസ് അപ്ലൈ ചെയ്യുമെന്നാണ് വിചാരിക്കുന്നത്. ഒരുവിധം സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അതെനിക്ക് അറിയാം. ഇതിൽ വീഡിയോയിൽ കുറച്ച് ക്ലാരിറ്റി കുറവുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ എങ്കിലും നമുക്ക്, ഞാൻ പറഞ്ഞില്ല, കുറച്ച് പരിമിതികളുണ്ട്. അതിനുള്ളിൽ നിന്നാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പം റിബൺ അങ്ങനെ ഗോൾഡൻ ബേസിൽ നമ്മൾ റിബൺ സെറ്റ് ചെയ്ത് എടുക്കുവാണ്. സെൻട്രലായിട്ടൊരു സീക്വൻസ് അപ്ലൈ ചെയ്യുന്നുണ്ട്. നെയിൽസിൽ ബാക്കി എല്ലാത്തിലും നമ്മൾ സീക്വൻസ് എല്ലാം അപ്ലൈ ചെയ്യുന്നുണ്ട്. ഉണങ്ങുന്നതിന് മുമ്പ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഗമ്മിൻ്റെ ആവശ്യം വരത്തില്ല. പക്ഷേ ഗം യൂസ് ചെയ്യുന്നതാണ് കുറച്ചും കൂടെ നല്ലത്. പക്ഷേ എങ്കിലും സെറ്റായിരുന്നോളൂ. നെക്സ്റ്റ് കുഞ്ചു വിരൽ നമ്മൾ 2 കളറും കൊടുക്കുന്നുണ്ട് കേട്ടോ. ഹാഫായിട്ട് കൊടുത്തതിന് ശേഷം ഒരു ബ്ലീച്ചിങ് സ്ട്രിപ്പാണ് കേട്ടോ. അത് നമ്മൾ കട്ട് ചെയ്ത് അതിൽ ഒട്ടിച്ച് കൊടുക്കുകയാണ്. 3 ലൈനായിട്ട് സെറ്റ് ചെയ്യുന്നുണ്ട്. അത് ഇട്ട ഉടനെ തന്നെയാണ് വെക്കുന്നത്. ആകുമ്പം എക്സ്ട്രാ ഗമ്മിൻ്റെ ആവശ്യം വരുന്നില്ല. അത് ജസ്റ്റ് പിൻ വെച്ച് കറക്റ്റ് ചെയ്യുകയാണ്. കറക്റ്റ് ചെയ്തിട്ട് 3 തവണയായിട്ട് 3 ലൈൻ പോലെ അടുപ്പിച്ച് സെറ്റ് ചെയ്തതിന് ശേഷം ജസ്റ്റ് കട്ട് ചെയ്യണം. West Coast rhythm, let the good times flow. Cruising, grooving, feel that funky breeze. Talk about singing, setting spirits at ease. From the hills to the shore, ain't no second guessing. In these Cali streets, we count every blessing. ഇത് റൈറ്റ് ഹാൻഡാണ്. അപ്പം
ഇതിൽ നമ്മൾ ആദ്യം സെറ്റ് ചെയ്ത് എടുത്തതാണ് കേട്ടോ. അത് വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റിയില്ല. ശേഷം നമ്മൾ ഈ സെക്കൻഡ് ഹാൻഡിൽ ചെയ്യുന്നത്. ഇതിൽ 1-2 സീക്വൻസൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിലും ഒരുവിധം നമുക്ക് സെറ്റ് ചെയ്ത് എടുക്കാൻ പറ്റിയിട്ടുണ്ട് വൃത്തിയായിട്ട്. ജസ്റ്റ് ലാസ്റ്റ് മറ്റേ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള കോട്ട് അടിച്ചു കൊടുക്കുകയാണ്. അതും കൂടെ അടിച്ചു കൊടുത്താലേ കുറച്ചും കൂടെ ഒരു എഫക്റ്റ് കിട്ടത്തുള്ളൂ, കാണുമ്പോൾ ഒരു ഗ്ലേസി ലുക്ക് കിട്ടത്തുള്ളൂ. സീക്വൻസ് ഒന്നിൽ നമുക്ക് കോട്ട് അപ്ലൈ ചെയ്യുന്നതിന്, ട്രാൻസ്പെറൻറ്റ് കോട്ട് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് വെക്കുന്നതിനേക്കാളും നല്ല, ചിലപ്പോൾ ശേഷം വെച്ച് കഴിഞ്ഞാലും കുറച്ചും കൂടെ നല്ലതായിരിക്കും. അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് കോട്ട് അപ്ലൈ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ക്ലിയർ ആയിട്ട് അടിക്കുന്നതാണ് കുറച്ചും കൂടെ, ക്ലിയർ അടിച്ചതിന് ശേഷം വെക്കുന്നതാണ് കുറച്ചും കൂടെ നന്നായിട്ട് എനിക്ക് തോന്നിയത്. അല്ലെന്നുണ്ടെങ്കിലും പ്രശ്നമൊന്നുമില്ല, എങ്കിലും നെയിൽ പോളിഷ് ഉണങ്ങിയതിന് ശേഷം മാത്രമേ ക്ലിയർ അടിക്കാവൂ കേട്ടോ. അത് ലാസ്റ്റ് സ്റ്റെപ്പാണ്. നെയിൽ പോളിഷ് റിമൂവർ യൂസ് ചെയ്ത് എക്സ്ട്രാ ഉള്ള നെയിൽ പോളിഷ് നമുക്ക് റിമൂവ് ചെയ്യുമ്പോൾ ബഡ്സിൽ ഡിപ്പ് ചെയ്തതിന് ശേഷം നെയിൽസിന് ചുറ്റുമുള്ള എക്സ്ട്രാ ആയിട്ടുള്ള നെയിൽ പോളിഷ് ഒക്കെ റിമൂവ് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ വർക്ക്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? Riding low and slow, this vibe never fades. Palm trees dancing in the hazy sunlight.